ചുംബനങ്ങൾ വെറും ചുണ്ടുകളിൽ മാത്രം ഒതുക്കരുത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ചുംബിക്കാൻ ശ്രദ്ധിക്കുക. കഴുത്തിലും മുലക്കണ്ണുകളിലും വയറിലും ചുംബിച്ചുകൊണ്ട് സാവധാനം പങ്കാളിയുടെ കാൽവിരലുകളിലേക്കും പാദങ്ങളിലേക്കും നീങ്ങുക. പാദങ്ങളുടെ അടിഭാഗം മൃദുവായി മസാജ് ചെയ്യുന്നതിനോടൊപ്പം ചുംബിക്കുന്നത് പലരെയും ആവേശഭരിതരാക്കും. നാവുകൊണ്ടുള്ള ഇത്തരം സ്പർശനങ്ങൾ നൽകുന്നയാൾക്കും സ്വീകരിക്കുന്നയാൾക്കും ഒരുപോലെ സുഖകരമാണ്. ചെറിയ രീതിയിലുള്ള വലിച്ചുകുടിക്കലുകളും കടികളും അതീവ ഉത്തേജനം നൽകുന്നവയാണ്. ഒരു ഭാഗം ചെറുതായി നനച്ച ശേഷം അവിടെ ഊതി നോക്കുന്നതും പരീക്ഷിക്കാവുന്നതാണ്. പങ്കാളിക്ക് കൂടുതൽ ആവേശം തോന്നുന്ന ഭാഗങ്ങളിൽ തൊലിപ്പുറത്ത് മൃദുവായി കടിക്കുക. അവനെന്റെ കഴുത്തിന്റെ പിൻഭാഗത്ത് ചുംബിക്കുന്നത് എനിക്കേറെ ഇഷ്ടമാണ്. അത് ശരീരം മുഴുവൻ ഒരു തരിപ്പ് പടർത്തുന്ന മനോഹരമായ അനുഭവമാണ്. ഉത്തേജിതരാകുമ്പോൾ തങ്ങളുടെ മുലക്കണ്ണുകൾക്ക് കൂടുതൽ സംവേദനക്ഷമത ലഭിക്കാറുണ്ടെന്ന് പുരുഷന്മാർ പറയാറുണ്ട്. എന്റെ ശരീരം അത്ര സെൻസിറ്റീവ് അല്ലെങ്കിലും അവൾ മൃദുവായി മുലക്കണ്ണുകളിൽ കടിക്കുമ്പോൾ ഞാൻ അവളുടെ കൈകളിൽ ഉരുകിപ്പോകാറുണ്ട്. ചർമ്മത്തിലെ ഇത്തരം സൂക്ഷ്മമായ സ്പർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ മൃദുവായ ഈ സ്പൈഡർ മസാജ് പരീക്ഷിച്ചു നോക്കൂ. മണിക്കൂറുകളോളം ഇത് ആസ്വദിച്ചു കിടക്കാൻ തങ്ങൾ തയ്യാറാണെന്നാണ് പലരും പറയുന്നത്. പങ്കാളിയെ സ്നേഹപൂർവ്വം തലോടുന്നത് പഠിക്കാൻ അനുഭവവും പരസ്പര ധാരണയും അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാനുള്ള മനസ്സും ആവശ്യമാണ്. പരസ്പരം തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ദമ്പതികൾക്ക് ഏതു തരത്തിലുള്ള ശാരീരിക ആനന്ദവും എളുപ്പത്തിൽ ആസ്വദിക്കാനാകും. പുരുഷലിംഗം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്തതിനാൽ ആദ്യം ഞാനത് സ്പർശിക്കാൻ മടിച്ചിരുന്നു. ലിംഗത്തിന്റെ തലയ്ക്ക് തൊട്ടു താഴെയായി വിരലുകൾ കൊണ്ട് ഷാഫ്റ്റിൽ പിടിക്കാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഗ്രിപ്പായിരിക്കും ഇഷ്ടമെങ്കിലും അത് അധികം മുറുക്കി പിടിക്കാതെ ശ്രദ്ധിക്കുക. ലിംഗത്തിന്റെ മുകൾ ഭാഗം കൂടുതൽ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. പ്രത്യേകിച്ച് പിൻഭാഗത്തെ ചർമ്മം ചേരുന്ന ഫ്രീനം എന്ന ഭാഗത്തെ സ്പർശനം അതീവ സുഖകരമായിരിക്കും. എന്നാൽ അവിടെ തിരുമ്പുമ്പോൾ ലൂബ്രിക്കന്റോ ഉമിനീരോ ഉപയോഗിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് വേദനയുണ്ടാക്കിയേക്കാം. രതിമൂർച്ചയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നല്ല ബലത്തിൽ അമർത്തി പമ്പ് ചെയ്യുക. ശരിക്കും മുറച്ചതും എന്നാൽ മന്ദഗതിയിലുമുള്ള രീതി ഇതിലും കൂടുതൽ ആനന്ദം നൽകുകയും അവനെ പുളയിക്കുകയും ചെയ്യും.